പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ചുവരെഴുത്ത് നടക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ചുവരെഴുതുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരുണ്ടാകില്ല ആദ്യഘട്ടത്തിൽ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ ചുവരെഴുത്ത് നടന്നിരുന്നു. ഇപ്പോഴിതാ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ചുവരെഴുതുകയാണ്. രണ്ടാം തവണയാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് എത്തുന്നത്. 2016 പാലക്കാട് മത്സരിച്ചെങ്കിലും രണ്ടാം സ്ഥാനത്തായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. 17,000-ൽ പരം വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ആകുമ്പോഴേക്കും, അതായത് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഷാഫി പറമ്പിൽ 2021 പാലക്കാട് ജയിച്ചത് 3,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ്. വളരെ ടൈറ്റായിട്ടുള്ള പോരാട്ടം അവിടെ ഉണ്ടായിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു രണ്ടാമതുണ്ടായിരുന്നത്. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ഇനി ഓരോ നിയോജക മണ്ഡലത്തിലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ സംഘടനാ മിഷനറി ശക്തമായ പ്രവർത്തന രംഗത്താണ് ഉള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. പാർട്ടിയുടെ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ അഖിലേന്ത്യാ ഘടകവും കോർ ഗ്രൂപ്പ് സംവിധാനവും ഒക്കെ നിലനിൽക്കുന്ന, എന്നാൽ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളും കീഴ്വഴക്കങ്ങളും എല്ലാം നിർത്തിക്കൊണ്ട് ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ അറിയിച്ചത്.